എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദേവ് സ്റ്റോക്സ്. ഒലിവിയ സീരീസ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കുറേ ദിവസങ്ങളായിട്ട് ഒലിവിയ ഇത് മാത്രമാണ് യൂട്യൂബ് തുറന്നാൽ കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഒലിവിയ ഡിസൈൻസ് അവരുടെ ഓൺലൈൻ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിംഗ് പുനഃസ്ഥാപിച്ചു, വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഭയങ്കര പ്രൗഢഗംഭീരമായ ഒരു സ്വീകരണമൊക്കെ ആയിരുന്നു നമ്മുടെ സിബി സാറിനും അച്ചു മാഡത്തിനും അവരുടെ ഏജന്റുമാർ, ഞാൻ സ്റ്റാഫുകൾ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല, കമ്മീഷൻ ഏജന്റുമാർ നൽകിയത്. ആ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് ഹാരമൊക്കെ ഇട്ട് കൊടുത്ത് ചങ്കാണേ സാറും മാമും ചങ്കാണേ എന്ന മുദ്രാവാക്യമൊക്കെ വിളിച്ച് യൂട്യൂബേഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ അവർ സംസാരിച്ച്, യൂട്യൂബേഴ്സൊക്കെ കഞ്ഞി കുടിക്കാൻ വകയില്ലാത്തവരാണെന്നുള്ള രീതിയിലൊക്കെ മുദ്രാവാക്യങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾ വല്ല പണിക്കും പോകുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പ്രൗഢഗംഭീരമായ ഒരു റീസ്റ്റാർട്ടിംഗ് ആയിരുന്നു ഒലിവിയ ഡിസൈൻസ് കഴിഞ്ഞ ദിവസം നടത്തിയത്. പക്ഷേ ഇതൊക്കെ പുറമേയുള്ള പൊങ്ങച്ചങ്ങൾ മാത്രമാണ് എന്ന് തെളിയിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ഇന്ന് അതുൽസ് വ്ലോഗിലെ അതുൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ആ ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേൾക്കാം. ഇത് ആരുടെയാന്ന് ചോദിച്ചാൽ തളർത്താൻ കഴിയില്ല മക്കളെ എന്ന് പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട സിബിൻ സാറിന്റെ ഓഡിയോ ക്ലിപ്പാണ്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഇവർ എത്രമാത്രം വെളുപ്പിക്കാൻ നോക്കുമ്പോഴും അല്ലെങ്കിൽ എത്രമാത്രം ഇവർ പുറത്തേക്ക് അവരെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കും തോറും അവരുടെ ഗ്രൂപ്പിനകത്ത്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഇതേ മാറ്റർ തന്നെയാണ്, അവരുടെ ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്യുന്ന അവരുടെ കൂട്ടത്തിലുള്ള കമ്മീഷൻ ഏജന്റുമാരിൽ അവരെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഈ കമ്മീഷൻ ഏജന്റുമാരെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഓരോ ഓഡിയോകൾ ഈ പറയുന്ന സിബിൻ സാറും അല്ലെങ്കിൽ അച്ചു മാഡവും ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നത്. സ്വന്തം സഹോദരങ്ങൾ എന്ന് പറഞ്ഞ് അവർ കൊണ്ടു നടക്കുന്ന ആളുകളാണല്ലോ. അപ്പോൾ ഈ കുട്ടികൾ, ഈ ഗ്രൂപ്പിനകത്തുള്ള കുട്ടികൾ, അവരിൽ ചിലർക്കെങ്കിലും ഇവരോട് എതിർപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഓഡിയോകൾ പുറത്തേക്ക് പോകുന്നത്. നമുക്കെന്തായാലും കഴിഞ്ഞ ദിവസത്തെ പ്രൗഢഗംഭീരമായ ആ ഒരു സ്വീകരണത്തിന് ശേഷം അതെല്ലാം പുറത്ത് മാത്രമേ ഉള്ളൂ. ഉള്ളിൽ ഇവരുടെ ഗ്രൂപ്പിനകത്ത് നടക്കുന്നത് മുഴുവൻ ഭീഷണിയും ചീത്ത പറച്ചിലും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ അതും കൂടി പ്രൂവ് ചെയ്യുന്ന ഒരു ഓഡിയോ ക്ലിപ്പാണ് ഇന്ന് നമ്മുടെ കയ്യിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ ഓഡിയോ ഒന്ന് കേൾക്കാം. കേട്ടിട്ട് ഓരോന്നായിട്ട് നമുക്ക് സംസാരിക്കാം. ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി പ്രവർത്തിച്ച നിങ്ങൾക്ക് നല്ലത്. ഇവിടെ 3 വർഷം കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു വെബ്സൈറ്റ് കൊണ്ട് തുടങ്ങാവുന്ന ഒരു കാര്യം. വെബ്സൈറ്റ് കൊണ്ട് തുടങ്ങി ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ 100 ഇരട്ടി പ്രോഫിറ്റ് കിട്ടാവുന്ന, അതായത് വെബ്സൈറ്റ് 50,000 രൂപ മതി മാസം, ടോട്ടൽ എക്സ്പെൻസ് 50,000 രൂപ മാത്രമേ ഉള്ളൂ. പിന്നെ മാസം 2,500 റെന്റ് മാത്രമേ ഉള്ളൂ. ഇത്രയും ഭീകരമായ കമ്മീഷൻ നിങ്ങൾക്ക് തരേണ്ട ആവശ്യമില്ല. AC ഇതുപോലുള്ള കാര്യങ്ങൾ ആവശ്യമില്ല, ഹോസ്റ്റൽ ആവശ്യമില്ല, ഒരു ടെൻഷനും ഇല്ല. എത്ര ബാലൻസ് വന്നാലും അടുത്ത ദിവസങ്ങളിൽ കസ്റ്റമർ 1-2 മാസം വീണ്ടും ഈ വെബ്സൈറ്റിൽ കയറി കാണുകയും അത് പർച്ചേസ് ചെയ്യുകയും ചെയ്യും. ഡെസ്ക്ടോപ്പ് വരുന്നില്ല. കൂടാതെ സോൾഡ് ഔട്ട് ആവും. കസ്റ്റമർ ഒന്നും തന്നെ നെഗറ്റീവ് ആവുന്നില്ല. നമുക്ക് യാതൊരു ടെൻഷനും ഇല്ല. എവിടെ നിന്നും വീഡിയോ ചെയ്ത് അയച്ചു കൊടുത്താൽ മതി. സ്റ്റാഫിൽ തന്നെ അപ്ലോഡ് ചെയ്തോളും വെബ്സൈറ്റിലേക്ക്. യാതൊരു ടെൻഷനും ഇല്ലാതെ ഷോർട്ട് ഉണ്ടാവത്തില്ല, കംപ്ലൈൻറ്റ് ഉണ്ടാവത്തില്ല, മോഷണം ഉണ്ടാവത്തില്ല, സൂപ്പർവൈസിൻ്റെ ആവശ്യമില്ല, പിന്നെ ചെക്കിങ്ങിൻ്റെ ആവശ്യമില്ല. ഇതൊന്നും തന്നെ ഇല്ലാതെ വളരെ ലാഭകരമായി. അപ്പോൾ ഞങ്ങൾക്ക് 490 ഉള്ളത് 590 ആക്കി കൊടുക്കാം. 1000 സ്ഥാനത്ത് 250 പോയാൽ മതി. പ്രോഫിറ്റബിൾ ആണ്. യാതൊരു ടെൻഷനും ഇല്ലാതെ പോകാവുന്ന ഒരു പ്രസ്ഥാനം. എന്നെ കൊണ്ട് കുറെ അധികം പേർ ജീവിക്കട്ടെ എന്ന് കരുതി 3 വർഷം കൊണ്ട് ഒത്തിരി പ്രശ്നത്തോട് കടന്നു പോയിട്ട് പോലും നമ്മൾ നിർത്താതെ, പലപ്പോഴും അച്ഛന് താല്പര്യമില്ലായത് വെബ്സൈറ്റ് മാത്രം മതി എന്ന് 100 പ്രാവശ്യം പറഞ്ഞതാണ്. ഈ വീട്ടിൽ വന്നപ്പോൾ ഈ വീട്ടിൽ ചേർത്ത് നിർത്തേണ്ട, ഈ വീടുമായിട്ട് ബന്ധപ്പെടേണ്ട പല വിഷയങ്ങളുണ്ടാവുമെന്ന് പറഞ്ഞിട്ടും നിങ്ങളെ സഹോദരങ്ങളെ പോലും ചേർത്ത് നിർത്തി ഇത് ചെയ്തപ്പോൾ നമ്മൾ ചെയ്യാത്ത തെറ്റിനെ ഇന്ന് വരെ നിങ്ങളോട് കണ്ടിരിക്കുന്ന 100% ആത്മാർത്ഥയാണ്. ഇന്ന് വരെ ഒരു വ്യക്തിയെ മുഖത്ത് നോക്കി ഞാൻ ചൂടായിട്ടില്ല, ദേഷ്യപ്പെട്ടില്ല. എന്തെങ്കിലും ദേഷ്യപ്പെടുമെങ്കിൽ ഗ്രൂപ്പിലൂടെ, അത് ഒരാൾ ചെയ്താലും ഗ്രൂപ്പിലൂടെ മാത്രമേ ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളൂ. അതൊരു ആത്മാർത്ഥം ഉണ്ടായിരുന്നു. ഇപ്പൊ വിൽസൺ കൊടുക്കുന്ന ഫുഡ് മോശമായപ്പോൾ അതിനും ബെറ്റർ ഫുഡ് തരാൻ ശ്രമിച്ചു. അങ്ങനെ ഓരോ കാര്യത്തിലും ഹോസ്റ്റലിൽ എല്ലാ കാര്യത്തിലും ശ്രദ്ധിച്ചു. അത്ര കെയർ ചെയ്ത് പോയിട്ട് ഒരു ദിവസം AC തണുപ്പില്ലെങ്കിൽ പെട്ടെന്ന് വിളിച്ച് ക്ലീൻ ചെയ്ത് തണുപ്പ് വരുന്നു എല്ലാം ഒരുക്കി തന്നിട്ട് ഇങ്ങനൊരു ഫാൾട്ട് വന്നപ്പോൾ ഇതിനെല്ലാം കാരണക്കാർ നിങ്ങളാണ്. കാരണം ഒന്നും ഞാൻ ചെയ്ത തെറ്റ് എങ്ങനെ ഈ രീതിയിൽ കൊണ്ടുവരാൻ പാടില്ല. 2, നിങ്ങളും കൂടെ വരുന്നവരെ ആരാണ്, എന്താണ്, എങ്ങനെയാണ് നോക്കി പോയിരുന്നെങ്കിൽ ഇങ്ങനെ പോയൊരു കമന്റ് ഒന്നും വരത്തില്ലായിരുന്നു. അപ്പൊ നിങ്ങൾ ഒരു അർമാദിക്കുക, 30, 40, 45 ഒക്കെ മേടിച്ചിട്ട് പോവുക, ആരും വിശ്വസിക്കുക. അപ്പൊ ഇത്രയും കേട്ടതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, സിബി സാറിന്റെ വാക്കുകൾക്ക് കുറച്ച് മയം വന്നിട്ടുണ്ട്. മറ്റേത് ഒന്നും പറഞ്ഞ് രണ്ടാമത്തിന് ഫൈൻ അടിക്കുന്ന സിബി സാർ ഇതിനകത്ത് എവിടെയും ഫൈൻ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. സിബി സാറിന്റെ വാക്കുകൾക്ക് കുറച്ച് മയം വന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ ഇന്നതാണെന്ന് പുറം ലോകം അറിയണം. കാരണം സിബി സാറിന് അറിയാം ഈ സാധനം പുറത്തു പോകുന്നുള്ളത്. അതുകൊണ്ട് തന്നെ
ഇവിടെ 35,000 രൂപ അല്ലെങ്കിൽ 40,000 രൂപ അല്ലെങ്കിൽ 50,000 രൂപ വരുമാനം കൊടുക്കുന്നുണ്ട്. ഇവിടെ AC ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ ACയുടെ പ്രശ്നം വരുവാണെങ്കിൽ അത് ഉടനെ തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഭക്ഷണം പ്രശ്നം വരുവാണെങ്കിലും അപ്പോൾ തന്നെ ഭക്ഷണം മാറ്റി കൊടുക്കുന്നുണ്ട്. തുടങ്ങിയ കാര്യങ്ങളെല്ലാം പുറം ലോകത്തിലേക്ക് എത്തിക്കണം. അതിനു വേണ്ടി വളരെ കാര്യമായിട്ട് വളരെ കണ്ണിങ് ആയിട്ട് സിബി സാർ ഇവിടെ സംസാരിക്കുന്നുണ്ട്. ബാക്കി നമുക്ക് കേൾക്കാം. ശമ്പളം മേടിക്കുക, നിങ്ങൾ നമ്മൾ ടെൻഷൻ അടിച്ച് അസ്ഥികൂടമായി മുടിയും കൊഴിഞ്ഞ് നമ്മൾ ഒരു പരിവാകുക. ആ ചിത്രം ഇതുകൊണ്ട് അവസാനിച്ചിരിക്കുകയാണ്. ഇനിയും യൂട്യൂബിലോ ഇനിയൊരു വീഡിയോ ഇവിടുന്ന് ഉണ്ടായിരിക്കുന്നതല്ല. ആയതിനാൽ കുട്ടികളെ ഭീഷണിപ്പെടുത്തി ഇനി ഇവിടുന്ന് മുന്നോട്ട് വീഡിയോകൾ ഉണ്ടായിരിക്കുന്നതല്ല. അതായത് കുർത്തീസിന്റെ വീഡിയോകൾ ഇനി അങ്ങോട്ട് ഉണ്ടായിരിക്കുന്നതല്ല. അതോടൊപ്പം വെളുപ്പിക്കൽ വീഡിയോകൾ ഉണ്ടാവുന്നതല്ല എന്നും കൂടിയാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇനി ഒലിവിയ ഡിസൈൻസിൽ മറ്റ് വീഡിയോകൾ വരില്ല എന്നാണ് ഈ ഓഡിയോയിൽ പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല. ഈ ഓഡിയോ പുറത്തേക്ക് പോകാൻ വേണ്ടി തന്നെ ചെയ്ത കാര്യമാണ്. അവിടെ ഇന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് പുറം ലോകം ഒന്നുകൂടി ഉറപ്പിക്കണം. അതിനുവേണ്ടി ചെയ്ത ഒരു ഓഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതല്ല എങ്കിൽ നാളെ നമുക്കറിയാം അവർ വീഡിയോ ഇടുകയോ ഇല്ലയോ എന്നുള്ളത്. വെയിറ്റ് ചെയ്യാം ആ കാര്യത്തിന് വേണ്ടി. ബാക്കി നമുക്ക് നോക്കാം. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ആരൊക്കെ യൂട്യൂബിൽ വീഡിയോ ഇട്ടോ അവരുമായി ബന്ധപ്പെടുക. നിങ്ങളുടെ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെടുക. നിങ്ങൾക്ക് ജോലി വരും. നിങ്ങളുടെ അല്ല, എന്തിനാ യൂട്യൂബിൽ വീഡിയോ ഇട്ട ആൾക്കാരെ ബന്ധപ്പെടുന്നത്? കഴിഞ്ഞ ദിവസം അങ്ങനെ നല്ലല്ലോ പറഞ്ഞത്. വെറുതെ മൊബൈൽ നോക്കി നടക്കുന്ന ആൾക്കാരാണ് യൂട്യൂബേഴ്സ് എന്നല്ലേ പറഞ്ഞത്? അല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞത്? അതോ ഞാൻ കേട്ടതിന്റെ പ്രശ്നമാണോ? എനിക്കറിയില്ല കേട്ടോ. ഞാൻ കേട്ടത് എങ്ങനെയാണ്, ഞാൻ വെറുതെ മൊബൈൽ നോക്കി നടക്കുകയല്ല, ഞാനിവിടെ പണിയെടുക്കുകയാണ് എന്നാണ് സിബി സാറ് പറഞ്ഞത്. ഇവിടെ ഈ കുട്ടികളോട് പറയാണ്, നിങ്ങൾ യൂട്യൂബേഴ്സിനെ ബന്ധപ്പെടണം. എന്തിനു വേണ്ടി? അതെന്തിനു വേണ്ടിയാണെന്നുള്ളത് നമുക്കിനി കേൾക്കാം. എന്റെ ആവശ്യമല്ല, എനിക്ക് കഞ്ഞി കുടിക്കാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് സ്ട്രിക്റ്റ് ആയിട്ടാണ് പറയുന്നത്. ഇതിന് ഒരു വെള്ളം ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് 2-3 ദിവസത്തെ ടെൻഷൻ കാണും. കാരണം ചോദിച്ചാൽ പെട്ടെന്ന് ഇത്രയും പടുത്ത് ഉയർത്തിക്കൊണ്ട് പെട്ടെന്ന് പുറത്തോട്ട് വീഴുമ്പോൾ അതിൻ്റെ ആ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് വരെ നിങ്ങളൊന്നും ആത്മാർത്ഥ ആരൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഇനി അവിടെ കിട്ടാനും പോകുന്നില്ല, നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഇനി ഒരു വീഡിയോയുമായിട്ട് ഞങ്ങൾ വരുന്നതല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ക്ലിയർ ആയിട്ട്. അപ്പോൾ സിബി സാറിന് അറിയാം, കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെ പണി തരുന്നുണ്ട് എന്ന് സിബി സാറിന് അറിയാം. അപ്പോൾ ആത്മാർത്ഥത ആരിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല, ആർക്കും ആത്മാർത്ഥത ഇല്ല എന്നൊക്കെ തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. സ്വന്തം കൂടപ്പിറപ്പുകൾ എന്ന് അവകാശപ്പെടുന്ന സിബി സാറിന്, അതായത് അവിടെയുള്ള ഈ പറഞ്ഞ കമ്മീഷൻ ഏജന്റുമാർ, നോട്ട് സ്റ്റാഫ്സ്, കമ്മീഷൻ ഏജന്റുമാർ സ്വന്തം കൂടപ്പിറപ്പുകൾ എന്ന് അവകാശപ്പെടുന്ന സിബി സാറിന് അവരെ ഇപ്പോൾ എന്തില്ല, വിശ്വാസമില്ല. കാരണം ഈ സാധനങ്ങൾ പുറത്തു പോകുന്നുണ്ടല്ലോ, അവിടെ ഗ്രൂപ്പുകളിൽ ഇടുന്ന ഓഡിയോസ് എല്ലാം പുറത്തേക്ക് പോകുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അവരാരെയും വിശ്വാസമില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് വീഡിയോകൾ ഉണ്ടായിരിക്കുന്നതല്ല, ഒലിവിയ ഡിസൈൻസിൽ ഇനി വീഡിയോകൾ ഉണ്ടായിരിക്കുന്നതല്ല എന്നാണ് സിബി സാറോട് പറഞ്ഞു വെക്കുന്നത്. അത് കുട്ടികളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയാണോ? ആ കുട്ടികൾ ഇനി ഒച്ചപ്പാടെടുത്ത് വീട്ടുകാരെ വിളിച്ചു പറഞ്ഞ് അവരുടെ ഭർത്താക്കന്മാരെയും കാമുകന്മാരെയും അല്ലെങ്കിൽ ആങ്ങളമാരെയും അച്ഛന്മാരെയും ഒക്കെ വിളിച്ചു പറഞ്ഞ് സംസാരിച്ച് ഇതിനൊരു പ്രതിവിധി ഉണ്ടാക്കാൻ വേണ്ടിയാണോ ഇത് ചെയ്യുന്നത് എന്ന് നമുക്ക് കണ്ടറിയണം. ഉറപ്പായിട്ടും ഇവരെ ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യാനുള്ള പരിപാടിയാണ് ഈ കാണിക്കുന്നത്. എന്നാൽ പുറമെ എന്താ കാണിക്കുന്നത്? ഞങ്ങൾ ചങ്ക്സ് ആണ്, ചങ്കാണേ, സാറും മാമും ചങ്കാണേ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ പറയിപ്പിച്ച അതേ ആളുകൾ തന്നെയാണ് ഇപ്പൊ ഇവിടെ കിടന്ന് കരയുന്നത്. യൂട്യൂബേഴ്സ് വീഡിയോസ് റിമൂവ് ചെയ്യണം, ഇതാണ് ആവശ്യം. കഴിഞ്ഞ ഇത്രയും ദിവസങ്ങളിൽ ഇവർക്കെതിരായിട്ട് വീഡിയോ ചെയ്ത യൂട്യൂബേഴ്സിനെ കോൺടാക്ട് ചെയ്തിട്ട് അവർ ഈ വീഡിയോകൾ റിമൂവ് ചെയ്യണം. ഒരാൾ പോലും ചെയ്യില്ല. കാരണം നിലവിൽ ഈ പ്രശ്നങ്ങൾ ബാധിക്കപ്പെട്ട കുട്ടികളെ വിളിച്ചിട്ട് കുട്ടികൾ അങ്ങോട്ട് പോകത്തില്ല. കുട്ടികളെ വിളിച്ചിരുത്തി ഇവർ സ്വയം ഇത് കോംപ്രമൈസിന് ശ്രമിച്ചാൽ ഒരു പക്ഷേ യൂട്യൂബേഴ്സ് വീഡിയോസ് റിമൂവ് ചെയ്യുമായിരിക്കും. കോംപ്രമൈസ് മീൻസ് അവരുടെ ഡിമാൻഡ്സ് എന്തൊക്കെയാണോ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ, അവരുടെ മൊബൈൽ ഫോൺ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുക, അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ഫൈൻ, അനാവശ്യമായിട്ട് വാങ്ങിച്ച ഫൈൻ അത് തിരിച്ചു കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇവർ ചെയ്യാൻ തയ്യാറായാൽ ഒരു പക്ഷേ യൂട്യൂബേഴ്സ് വീഡിയോസ് റിമൂവ് ചെയ്യുമായിരിക്കും. ഇനി വരാൻ പോകുന്ന കുട്ടികളോട് ഈ രീതിയിൽ പെരുമാറാനും പാടില്ല. നിങ്ങൾ സ്റ്റാഫിന് സാലറി അല്ലെങ്കിൽ സ്റ്റാഫായിട്ട് എടുക്കുക ആൾക്കാരെ, അവർക്ക് സാലറി ഫിക്സ് ചെയ്യൂ. ഒരു ഇത്ര രൂപ സാലറി എന്ന് പറഞ്ഞ് ഫിക്സ് ചെയ്യൂ, അത് കൊടുക്കൂ. ഒരു കാരണവശാലും ഈ പറയുന്ന ഒലിവിയ ഡിസൈൻസ് നിർത്തിപ്പോണമെന്ന് വീഡിയോ ചെയ്യുന്ന ഒരാളും ആഗ്രഹിച്ചിട്ടില്ല. പേഴ്സണലി ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. കാരണം ഒരു സ്ഥാപനം പൂട്ടിപ്പോകാൻ വളരെ എളുപ്പമാണ്, പക്ഷേ അതുപോലെ ഒരെണ്ണം കെട്ടിപ്പടുക്കാൻ വളരെ പാടാണ്. എന്നാൽ ഇത്തരം സ്ഥാപനങ്ങളിൽ മാന്യമായിട്ട് തൊഴിൽ കൊടുക്കുക, മാന്യമായിട്ടുള്ള വരുമാനം കൊടുക്കുക, അല്ലാണ്ട് ഉടായ്പ് കാണിച്ചിട്ട് ശമ്പളം കൊടുക്കുക അല്ലെങ്കിൽ ഇൻസെന്റീവ് കൊടുത്തിട്ട് അതിൽ നിന്ന് പിഴിഞ്ഞെടുക്കുന്ന പരിപാടി നടക്കില്ല. എനിക്ക് മനസ്സിലാവാത്ത കാര്യം, ഈ കുട്ടികൾ ഇതെല്ലാം സഹിച്ച് എന്തിനവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. നാണം കെട്ടും പണമുണ്ടാക്കിയാൽ നാണക്കേടും ആ പണം മാറ്റും എന്നൊരു പഴമൊഴിയുണ്ട്. പണ്ട് ഇപ്പോൾ അമ്മൂമ്മമാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ എത്ര നാണം കെട്ടാലും ഇത്രയൊക്കെ കേട്ടിട്ടും പിന്നെയും അവിടെ കടിച്ചു തൂങ്ങി നിൽക്കാൻ ലേശമെങ്കിലും ഉളുപ്പില്ലേ എന്നാണ് കുട്ടികളോട് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ചോദിക്കും, പുറത്ത് ജോലികൾ ആര് കൊണ്ടുവച്ചിട്ടുണ്ട്? അന്വേഷിക്കണം. അന്വേഷിച്ചാൽ കിട്ടാത്ത കാര്യങ്ങളൊന്നുമില്ല, അന്വേഷിക്കണം. ഒലിവിയ ഡിസൈൻസ് നാളെ പൂട്ടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടണ്ടേ? നിങ്ങൾക്ക് ജോലി ചെയ്യണ്ടേ? വേണ്ടേ?
എവിടെയാണോ നമുക്ക് ആത്മാഭിമാനം ചോദ്യം ചെയ്യപ്പെടുന്നത് അവിടെ നിന്ന് വിട്ടുപോകണം. അതാണ് ചെയ്യേണ്ടത്. ആത്മാഭിമാനമുള്ള കുട്ടികളാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അവിടെ നിന്ന് വിട്ടുപോകും. എന്നിട്ട് മാന്യമായിട്ട് പുറത്ത് പോയി ജോലി ചെയ്യും. കുറച്ച് സാലറി ആയിക്കോട്ടെ. എന്തിന് ഇയാളുടെയൊക്കെ വായിലിരുന്ന് കേൾക്കുന്നത്? ഈ രീതിയിൽ അടിമകളെ പോലെയാണ് വെച്ചേക്കുന്നത്, അടിമകളെ പോലെ. ബാക്കി കുറച്ചുകൂടി ഉണ്ട്, നമുക്കൊന്ന് കേട്ട് നോക്കാം. ഞങ്ങള് യൂട്യൂബിൽ പബ്ലിസിറ്റി കൊടുത്തത്. അപ്പൊ ആയതിനാൽ ഇനിയും എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ വേണമെങ്കിൽ 25 പേര് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ 25 പേരെയും കൊണ്ട് നിങ്ങൾ ഒലിവയ്ക്ക് അനുകൂലമായി വീഡിയോ ചെയ്യിപ്പിക്കുക. നിങ്ങൾ അവരെ വിളിച്ചു വരുത്തുക. ഇവിടുത്തെ സാഹചര്യം കണ്ടല്ലോ. അപ്പൊ ആവശ്യം എന്താണ്? എത്ര പേരാണോ വീഡിയോ ചെയ്തിട്ടുള്ളത്, അത് 25 ആവാം 50 ആവാം, എത്രയായാലും അത്രയും പേരെ കൊണ്ട് ഒലിവയ്ക്ക് അനുകൂലമായിട്ട് വീഡിയോസ് ചെയ്യിക്കുക. അത് ഏൽപ്പിച്ചേക്കുന്ന ആരെയാ? ഇവരുടെ നിലവിലുള്ള കമ്മീഷൻ ഏജന്റുമാരെ. ഞാൻ ഇപ്പോഴും പറയുന്നു, എനിക്ക് സ്റ്റാഫ് എന്ന് പറയാൻ താല്പര്യമില്ല. കമ്മീഷൻ ഏജന്റുമാരെ, അവരെയാണ് ഈ കാര്യം ഏൽപ്പിച്ചിട്ടുള്ളത്. കുറെ പാവപ്പെട്ട പെൺപിള്ളേരാണ്. അവര് ഈ പറയുന്ന യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് കാല് പിടിച്ചിട്ടാണെങ്കിൽ പോലും ഒലിവയ്ക്ക് അനുകൂലമായിട്ട് വീഡിയോസ് ചെയ്യിക്കണം. എങ്കിൽ മാത്രമേ തുടർന്ന് അവിടെ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. ഇതാണ് സിബി സാറിന്റെ ഉത്തരവ്. കേൾക്കാൻ ബാക്കി. ബോധ്യപ്പെടുത്തുക. ഇങ്ങനത്തെ പശ്ചാത്തലം ഇല്ലെന്ന് ബോധ്യപ്പെടുത്തുക. ഇങ്ങനത്തെ ഒരു കേസുകൾ ഇല്ലെന്ന് ബോധ്യപ്പെടുത്തുക. നിങ്ങൾ അനുഭവങ്ങൾ പറഞ്ഞാൽ മതിയല്ലേ? ഞങ്ങൾ പറയുന്നത് കേൾക്കണം. നിങ്ങൾ ഇത്രയും നാൾ നിന്നു, നിങ്ങൾ 10-40 മേടിച്ച സാലറികൾ, നിങ്ങൾ ചെയ്ത എൻജോയ്മെന്റ്, റിലാക്സ് ആയ ജോലി, ഇഷ്ടമുള്ള അവധി എടുക്കാനുള്ള സൗകര്യം, പേഴ്സണൽ കൊടുക്കാനുള്ള സൗകര്യം എല്ലാം നിങ്ങൾ അനുഭവിക്കാനൊക്കെ അവസരം തന്നിട്ട് എന്നിട്ട് ഞങ്ങൾ മാത്രം ക്രൂശ് കയറി വീണ്ടും നിങ്ങൾ ആ പരിപാടി ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും 100% ഇനി വീഡിയോ ഉണ്ടായിരിക്കുന്നതല്ല. നിർത്തി ഓരോരുത്തർ വീട്ടിൽ പോയി ഒരു പരാതിയില്ല, ഒരു സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അതോ വേണമെങ്കിൽ നിങ്ങൾ എല്ലാവരും യോജിച്ചിരുന്ന് 25 വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ 25 ആദ്യം വന്ന കുട്ടികാരി ഞങ്ങൾ ഏറ്റു. അത് നിയമപരമായി ഏതറ്റം വരും, സുപ്രീം കോടതി വരെ പോകും, ഞങ്ങൾ പോകും. 25 വീഡിയോകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ 25 വീഡിയോകൾ റിമൂവ് ചെയ്യണം. അല്ലെങ്കിൽ എത്ര വീഡിയോ ആണ് വന്നിട്ടുള്ളത് അത്രയും വീഡിയോകളും റിമൂവ് ചെയ്യണം. ആദ്യം വീഡിയോ ഇട്ട കുട്ടിയുടെ കാര്യം, ആ കുട്ടിയുടെ കാര്യം ഞാൻ ഏറ്റു എന്നാണ് സിബി സാർ പറയുന്നത്. അതായത് ഇറ്റ്സ് മീ കൺമണി എന്ന് പറയുന്ന കുട്ടിയുടെ കാര്യം ഞാൻ ഏറ്റു. അതിന് സുപ്രീം കോടതി വരെ പോകാനും ഞാൻ തയ്യാറാണെന്നാണ് സിബി സാർ പറയുന്നത്. ആ ഓഡിയോ നമുക്കൊന്ന് കേൾക്കാം. ഏറ്റെടുക്കേണ്ട അല്ലെങ്കിൽ അതിനും അവരെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കാൻ പറ്റുമെങ്കിൽ ചെയ്ത തെറ്റുകൾക്ക് പരിഹാരമായി അവരെ വിളിച്ചു വരുത്തുക. നിങ്ങൾ ഭർത്താക്കന്മാരുണ്ടല്ലോ, അവരോടൊക്കെ സഹായിക്കാൻ പറയാം. നിങ്ങൾ 10-30-35 വീട്ടിൽ മേടിച്ചിട്ട് പോയല്ലേ, അവർക്ക് ഈ പകുതി പോലും നിങ്ങളുടെ ഭർത്താവ്. അപ്പോൾ അവിടെയും പറയുന്നത് അറിയോ? ഇനി ഇറ്റ്സ് മീ കൺമണിയെ കൊണ്ടും വീഡിയോ അനുകൂലമായിട്ട് ചെയ്യിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യിച്ചോ. അതായത് കോടതി പോയാലും പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ലെന്ന് അവർക്ക് മനസ്സിലായി, അവർക്കറിയാം. കാരണം ഇറ്റ്സ് മീ കൺമണി ആ വീഡിയോയിൽ എന്താ പറയുന്നത്? ഒലിവിയ ഡിസൈൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അത് എന്ത് തന്നെ ആയിക്കോട്ടെ, നെഗറ്റീവായാലും പോസിറ്റീവായാലും നിങ്ങളത് തുറന്ന് പറയൂ, കമന്റുകളായിട്ട് രേഖപ്പെടുത്തൂ എന്നാണ് പറഞ്ഞത്. അതിനുശേഷം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയാം എന്ന് മാത്രമാണ് ആ കുട്ടി സംസാരിച്ചത്. മറ്റൊരു കാര്യവും ആ കുട്ടി ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. അതിനുശേഷമാണ്, ആ വീഡിയോയ്ക്ക് ശേഷം അതിന്റെ താഴെ വന്ന കമന്റുകൾ കണ്ടതിന് ശേഷമാണ് ഓരോരുത്തരായിട്ട് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് തുടങ്ങിയതും വീഡിയോകൾ ചെയ്തു തുടങ്ങിയതും റിയാക്ട് ചെയ്തു തുടങ്ങിയതും. അപ്പോൾ ഇറ്റ്സ് മീ കൺമണിക്ക് എതിരെ കോടതിയിൽ പോയാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ഇയാൾക്ക് അറിയാം. അതുകൊണ്ടാണ് ഇനി ആ കുട്ടിയെ കൊണ്ടും അനുകൂലമായിട്ട് വീഡിയോ ചെയ്യിക്കാൻ പറ്റിയാൽ നിങ്ങൾ അത് ചെയ്യൂ. നിങ്ങളെ ഭർത്താക്കന്മാരെ വിളിച്ചു വരുത്തൂ, നിങ്ങൾ ആങ്ങളമാരെ വിളിച്ചു വരുത്തൂ, നിങ്ങൾ സഹോദരങ്ങളെ വിളിച്ചു വരുത്തൂ, നിങ്ങൾ അച്ഛന്മാരെ വിളിച്ചു വരുത്തൂ, ആരെ വിളിച്ചിട്ടായാലും ശരി, ഇതിനൊരു സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തണം. ഇതാണ് സിബി സാറിൻ്റെ ഓർഡർ. മനസ്സിലായല്ലോ? അപ്പോൾ ഇന്നലെ കാണിച്ചത് എന്താണ്? രാവിലെ ഞാൻ പറഞ്ഞു പട്ടി ഷോ. മാറ്റി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കുറച്ച് കോമഡി പീസുകളെ കണ്ട് ചിരിച്ച പോലെ ആയിപ്പോയി. അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ചിരിച്ച് ഒരു വഴിയായി എന്ന് വേണമെങ്കിൽ പറയാം. അമ്മാതിരി പട്ടി ഷോ ആയിരുന്നു ആ കാണിച്ചത്. ആ കാണിച്ചിട്ടാണ് ഇവിടെ വന്ന് കിടന്ന് മെഴുകുന്നത്, കരയുന്നത്. ഒരുതരം കരച്ചിലാണിത്. സ്വന്തം സ്റ്റാഫുകളുടെ മുന്നിൽ ഇതിൽ പരം എന്താ പറയുക, നാണം കെടാൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇന്നലെ ഈ പറഞ്ഞ സ്വീകരണം കാര്യങ്ങളൊക്കെ കൊടുത്തത് പറഞ്ഞ് ചെയ്യിപ്പിച്ചതല്ലെന്ന് പറയാൻ പറ്റുമോ? അത് പറഞ്ഞ് ചെയ്യിപ്പിച്ചതല്ലെന്ന് എന്തെങ്കിലും ഉറപ്പ് പറയാൻ പറ്റുമോ? ഒരിക്കലും അല്ല. അതും ഇതുപോലെ ഭീഷണിപ്പെടുത്തി നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്തില്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ജോലി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ചെയ്തത് തന്നെയായിരിക്കാം. അപ്പോൾ എനിവേ ഇനിയും ഇത് അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മുന്നോട്ട് ഇനി ഈ ഒരു ഓഡിയോ അയാൾ ഇടാനുള്ള കാരണം എനിക്ക് തോന്നുന്നത് ഇത് പുറത്തു പോകുന്നറിയാം. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് പോകുമ്പോൾ കുറച്ച് യൂട്യൂബേഴ്സ് ഒന്ന് ഒതുങ്ങുന്നു ചിന്തിക്കുന്നുണ്ടാവും. കാരണം ഇത്രയും ഇതായിട്ട് സംസാരിക്കുന്നുണ്ട്, ഞങ്ങൾ ഇനി വീഡിയോ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇനി ഒലിവ് എന്നൊരു വീഡിയോ പുറത്തേക്ക് വരില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് പേരെങ്കിലും അയ്യോ ആ കുട്ടികളുടെ ജോലിയുടെ കാര്യമല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് മിണ്ടാതിരിക്കുമായിരിക്കും. പക്ഷേ സത്യം ജയിക്കുന്നത് വരെയും മിണ്ടുന്ന ആൾക്കാരുണ്ടാവും. എന്തായാലും അതുലിന് ഞാനൊരു ഹാറ്റ്സ് ഓഫ് പറയാണ്. കാരണം അതുൽ ഈ വിഷയം ഏറ്റെടുത്ത സമയം മുതൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ പോലും ഇടയ്ക്ക് ഗ്യാപ്പ് വരും വീഡിയോകൾ ചെയ്യാൻ വേണ്ടി. പക്ഷേ അതുൽ ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. സത്യം തെളിയുന്നത് വരെ, അല്ലെങ്കിൽ ഇവർ തെറ്റ് സമ്മതിക്കുന്നത് വരെയും മുന്നോട്ട് പോകുന്നുള്ള ഉറപ്പിൽ തന്നെയാണ് അതുൽ നിൽക്കുന്നത്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനും അറിയുന്ന കാര്യങ്ങൾ ഇതുപോലെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.